നമസ്കാരം. അപ്പോ AJP ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് എന്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു സിഗ്നേച്ചർ വെച്ചു തുടങ്ങുന്ന നമ്മുടെ സ്വന്തം സനോവരേട്ടനാണ്. ആട് 3 DYSP ആയും പിന്നെ നമ്മുടെ ക്ലിക്ക് പ്രസേതിരിഞ്ഞു നോക്കിയ സിനിമയിലെ ഒരു മൊയ്നീല കഥാപാത്രമായി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ സനോവരേട്ടൻ. സ്വാഗതം ചെയ്യാം. ഹായ്. ഹായ്, അലിൻ ജോസ് പെരേര. എന്താണ് വിശേഷം? അടിപൊളി, സുഖം. പടം ഇറങ്ങിയിട്ട് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഒരു വ്യത്യസ്തമാർന്ന ഒരു ലവ് സ്റ്റോറി, പിന്നെ ഒരു കോമഡി, എന്റർടൈൻമെന്റ്. എല്ലാവരെയും എന്താ പറയാ, കുടുംബങ്ങളാണ് എല്ലാവരും, സംഘടിച്ചിട്ട് ഒഴികെ. അപ്പൊ നൈസ് അല്ലേ? എങ്ങനെ എന്താ പറയാ, ഈ സാധാരണ ഒരു പടങ്ങളിലെ പോലെ തള്ളിക്കയറ്റം കാണുന്നില്ല, തിരക്കോ കാരണം ആൾക്കാരിലേക്ക് പബ്ലിസിറ്റി എത്തുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഞാനും അത് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ തള്ളിക്കയറ്റം ഇല്ലാത്തത്. കാരണം ഇപ്പം ഒരു വെക്കേഷൻ ടൈം അല്ല, അറിയാലോ. ഇപ്പം ഒരുപാട് എന്താ പറയാ, സ്കൂള് തുറന്ന് ജൂലൈ ആണ്. ജൂലൈ ആണ്. കാരണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇപ്പൊ ഒരു മാളില് സിനിമ കാണാൻ വേണ്ടി പോണെങ്കിൽ തന്നെ ഒരു ഫാമിലിക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു 2000 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പം അല്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. ശരിയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും സൂപ്പർ ഹീറോസ് ആരും ഇല്ല, മെഗാ സ്റ്റാർസ് ഇല്ല, സൂപ്പർ സ്റ്റാർസ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും എന്താ പറയാ, പുതുമുഖങ്ങളെ മാത്രം വെച്ചിട്ട് ഒരു പടം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം ഹരിനാരായണൻ സാറ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് താങ്കൾ? അത് എനിക്ക് തോന്നുന്നത് കെ ഹരിനാരായണൻ എന്ന് പറയുന്ന ഡയറക്ഷന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നീലാംബരി എന്ന പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. വിനീത്, ഭാമ ഒക്കെ അഭിനയിച്ച നോട്ടി പ്രൊഫസർ ആൻഡ് ലാസ്റ്റ് കെ ഹരിനാരായണന്റെ പടം എന്ന് പറയുന്നത് ഒരുമ്പട്ടവനാണ്. ആ പടക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. അത് ഭയങ്കര ആളുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയണത്, ആള് ഭയങ്കര ക്ഷമയുള്ള ഒരു മനുഷ്യനാണ് ഡയറക്ടർ. കാരണം എല്ലാവരും പുതുമുഖങ്ങളാണ്. ആ സിനിമയിലേക്ക് വരുമ്പോ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 45 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്. ആ 45 ദിവസം എന്ന് പറയുന്നത് ഇത്രയും പുതുമുഖങ്ങള്, എനിക്ക് തോന്നുന്നത് 10-30 പേര് പുതുമുഖങ്ങളാണ്. അവരെ ഇതൊരു കഥാപാത്രം വരുമ്പോൾ ഒരു വില്ലനിസമേറിയ ഒരു കഥാപാത്രമാണ്. റൊമാൻറ്റിക് ആണ്. ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നു, ശല്യം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ കോഴിയാണോ താങ്കൾ റിയൽ ലൈഫില് ഞാൻ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് ഏത് ക്യാരക്ടർ എന്നോട് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കും. അപ്പം റിയൽ ലൈഫില് ഒരു ആക്ടർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറുമായിട്ട് ഒരു തരത്തിൽ ബന്ധമുണ്ടാവില്ല. ഏത് നടനാണെങ്കിലും എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അത് വേഷം കെട്ടാന്ന് പറയാറില്ല, അത്രേ ഉള്ളൂ. ഇതിലേക്ക് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ബ്രൂസ്ലി രാജേഷ് എന്ന് പറയുന്ന ഒരു 2-3 ഫൈറ്റ് സീക്വൻസ് 2-3 സീക്വൻസ് കണ്ടിരുന്നു, ഫൈറ്റിന്റെ 2-3 രംഗങ്ങള്. അപ്പൊ അതിൽ ഏതാണ് താങ്കൾക്ക് എത്രയും മെച്ചം എന്ന് തോന്നിയത്? താങ്കൾ ചെയ്ത ഫൈറ്റ് ആണോ അല്ലെങ്കിൽ ഗുണ്ടാള് വന്നിട്ട് ആക്രമിക്കുന്ന ഫൈറ്റ് ഉണ്ടായിരുന്നു? ഞാൻ ചെയ്ത ഫൈറ്റ് എനിക്ക് ഇഷ്ടമല്ലേ. കാരണം മറ്റേ ക്യാമ്പ് ഫയറിന് വിറകുള്ളി എടുത്തിട്ട് ചെയ്യുന്ന ഫൈറ്റ് ആണ്. ഞാനും നായകനും കത്തി കുത്തുന്ന രംഗം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്, നായകൻ. അത് ഇങ്ങനെ ഉണ്ടായി. അത് ആ ഓട്ടം കണ്ടില്ലേ, അത് ശരിക്കും പറഞ്ഞ എന്താ പറയാ, എങ്ങനെയാണ് അതിന്റെ അത് മേക്കപ്പ് അത് ഷൂട്ട് ചെയ്തായിരുന്നല്ലോ ഒറിജിനൽ ആയിട്ട് അല്ലേ? അത് ഓർമ്മ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും ഗൗതം കൂടിയും, ഗൗതം എന്റെ ഫ്രണ്ട് ആട്ടോ. ഈ സിനിമയിലൂടെ പരിചയപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ഗൗതം എന്റെ ഏറ്റവും, എനിക്കെന്തും എന്താ പറയാ, ഭയങ്കര കംഫർട്ടായിട്ട് ഞാനും ഗൗതം ചെയ്യുന്ന സീക്വൻസ്. അപ്പൊ ഗൗതമിനോട് ഞാൻ പറയാറുണ്ട്, ഈ ഓടുന്ന സീനില് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഗൗതം പറയും ശരി, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണോ ഞങ്ങൾ രണ്ടുപേരും. ലൊക്കേഷൻ ഷൊർണൂര്, നമ്മുടെ ഭാരതപ്പുഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതായത് ഷൊർണൂർ എന്ന് പറയുന്നത് ഒറ്റപ്പാലം ഷൊർണൂർ, ഇതിന്റെ ഇടയിലാണ് മലയാള സിനിമയുടെ 50% സിനിമ ചെയ്ത ലൊക്കേഷൻ ഏരിയയിലാണ്. നരസിംഹം, അതുപോലെ ലാലേട്ടന്റെ സൂപ്പർ ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ, അമീന, ലാലേട്ടൻ, എന്താ പറയാ, വായാലിക്കാവ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു എന്താ പറയാ, ആ ഡയലോഗ്
മിസ്സായി പോയി. സോറി ലാലേട്ടാ. പക്ഷെ ആ എന്താ പറയാ വായലിക്കാവില് എന്താ പറയാ ശ്രീഹരിയുടെ പെണ്ണ് എന്ന് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ട്. ആ പശ്ചാത്തലമായിരുന്നു ക്ലാക്ലി നസീറെ തിരിഞ്ഞു നോക്കി എന്ന സിനിമയുടെ ലൊക്കേഷൻ എല്ലാം. ഇതിലിപ്പോ 4 നായികമാരാ വരുന്നത്. അപ്പൊ അവരുടെ ആയിട്ടുള്ള കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു എന്താ പറയാ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എന്താ എക്സ്പീരിയൻസ്? ഇതില് നായിക എന്ന് പറയുന്നത് ദിവ്യ തോമസ് ആണ്. ദിവ്യ തോമസ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു തമിഴ് പടം ചെയ്തിട്ടാണ് വരുന്നത് ഈ സിനിമയിലോട്ട്. പിന്നെ വൈഗ സജീവ് ആളും പിന്നെന്താ പറയാ നമ്മുടെ ഒരു നമ്മളെ പെങ്ങളാണ്. ഒരു എനിക്ക് തോന്നുന്നത് 15-16 വയസ്സുള്ളൂ. അത് കഴിഞ്ഞ ട്രിനിറ്റി, അത് കഴിഞ്ഞ റിൻസി, അത് അവരൊക്കെ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എല്ലാവരും ഒരു പുതുമുഖം എന്ന ഒരു ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു എന്താ പറയാ ഐഡിയ എങ്ങനെയാ വന്നത്? എല്ലാവരും പുതുമുഖം, ന്യൂക്കമ്മർ അല്ല ലെജൻഡ് ആയിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും അങ്ങനെ വന്നിട്ടില്ല. അതായത് ലെജൻഡ് ആയിട്ടുള്ള ഒരാളുണ്ട് മലയാള സിനിമയുടെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നൊക്കെ അപ്പൊ നമ്മളിപ്പോഴും പറയുന്ന 2 മെഗാ സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ മേലെ 2 പേര്. ആരൊക്കെയാ? മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. അതായത് ലാലേട്ടൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നായകനായി തിളങ്ങി നിന്ന ശങ്കരേട്ടൻ നമ്മുടെ കൂടെ അഭിനയിക്കുക. വിട്ടുപോയി, സോറി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് കിട്ടിയ അവസരമായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരും എടുത്തത്. ശങ്കരന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാന് അതിനകത്ത് മറ്റേ കഴിഞ്ഞ 2014 ഇറങ്ങിയ വിശ്വാസം എല്ലാം സിനിമയിൽ ചെറിയ രീതിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോ ആ ലൊക്കേഷനിൽ ഇപ്പോ ഇറക്കുവെച്ചിട്ടായിരുന്നു. അപ്പോ ആ ഒരു പടത്തിൽ നിന്ന് ഈ ഒരു പടത്തിലേക്ക് ശങ്കരേട്ടൻ വന്നപ്പോൾ ആ പടത്തിനെ പറ്റി പറഞ്ഞത് നിങ്ങളോട് സംസാരിച്ചിരുന്നു? അതില് ഞാൻ ശങ്കരേട്ടനെ പിന്നെ ഞാൻ ഗൗതം ഭയങ്കര ക്ലോസ് ആണ്. ഈ സിനിമ തുടങ്ങിയ അന്ന് മുതൽ ഇതിന്റെ കഥ എല്ലാം എന്താ പറയാ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ ഞാന് ഗൗതം ആൻഡ് ഒരു ഗൗതമിന്റെ ഫ്രണ്ട്, ഞങ്ങൾ 3 പേരും കൂടിയാണ് ശങ്കരേട്ടന്റെ റൂമിൽ പോയിട്ട് കഥ പറയാൻ പോകുന്നത്. ഓക്കെ, കഥ പറയാൻ പോകുമ്പോ ശങ്കരേട്ടൻ എന്നോട് പറയാം, നിന്നെ എനിക്കറിയാം. സോഷ്യൽ മീഡിയന്റെ ഒരു പവർ ആട്ടോ. അപ്പൊ ശങ്കർ ചേട്ടന്റെ ഒരു കസിൻ ബ്രദർ. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, അത് ഞാൻ ചോദിക്കട്ടെ. നമ്മള് സോഷ്യൽ മീഡിയയില് ഈ പടം ഇറങ്ങുന്ന മുന്നേ ടോവിനോട് അപരൻ എന്നൊരു എന്താ വൈറൽ പദവി ഉണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടോ? അതായത് ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരാളെ പോലെ ലോകത്ത് 7 പേരുണ്ടാവുന്ന പറയാം. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ 10-25 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു. 25 വർഷം മുമ്പ് 25 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്ന ആളാണ് ഞാൻ. അന്ന് എത്ര പ്രായം ഉണ്ടാവും? അന്ന് എത്ര വയസ്സുണ്ടാവും? ഒരു 19 വയസ്സ്. അയ്യോ ആണോ, എനിക്കറിയില്ല കേട്ടോ. 20 വർഷം അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവേശത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. 20 അല്ലെങ്കിൽ 15 വയസ്സിന്റെ മേലെ. അപ്പൊ എനിക്ക് വയസ്സ് ഇനി പെട്ടെന്ന് കൂട്ടി വെക്കുമ്പോ നീ ഇത് ചോദിച്ചപ്പോ എനിക്ക് അത്രയും വയസ്സുണ്ടോ, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഒരു 15-40 വയസ്സുണ്ടോ? 36. അപ്പോ ഒരു 17-18 വയസ്സിൽ ഞാൻ കൊച്ചിയിൽ വന്ന 20 വർഷം കറക്റ്റ് പറയുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ അഭിനയിക്കാൻ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറിയില്ല. ഒരാളെ ഒരു സീൻ അഭിനയിക്കും, പക്ഷെ ഇന്ന് ചെയ്യും. അന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചിയിലേക്ക് വന്ന ആളാണ് ഞാൻ. അങ്ങനെ ദൈവമായിട്ട് എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മള് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ഇതിപ്പോ ക്യാഷ്വൽ ഇന്റർവ്യൂ ആണല്ലോ. അപ്പൊ നമ്മള് ഇപ്പോ ചെറിയൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആക്ടറാണ്, ആക്ടറിനെ സംബന്ധിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാല് അഭിനയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു സീൻ തന്നു കഴിഞ്ഞാല് ചെയ്യുമോ? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഓഡീഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഏത് സിറ്റുവേഷൻ തന്നാലും ഞാൻ എന്റേതായിട്ടുള്ള പരിമിതികൾ വെച്ചിട്ട് ഞാൻ അഭിനയിച്ച് ഒരു സീൻ തരട്ടെ. പിന്നെന്താ, ഇപ്പോ താങ്കൾ പ്രണയിക്കുന്ന പെൺകുട്ടി വേറെ ഒരാളോട്
ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതറിയുന്നു താങ്കളുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ഡയലോഗ്. ഫോൺ Okay. സംഭാഷണം ഉണ്ടോ ആ പെൺകുട്ടിയോട്? ഫ്രണ്ട്ലി. ഓക്കെ, ആ. ഗ്ലാസ് ഊരണോ? ഒരിക്കലും. വെയിറ്റിംഗ്. അതെ, ഒരു മണിക്കൂറായിട്ട് ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കാം. ആരാ? അറ്റ്ലീസ്റ്റ് ഞാൻ എന്തിനാ വിളിച്ചെന്നെങ്കിലും അറിയണ്ടേ നിനക്ക്? ശരി, ഓക്കെ. ഞാൻ എന്തിനാ വിളിച്ചതെന്നെങ്കിൽ ചോദിച്ചോ എന്റെ അടുത്ത്. എന്നെ ആരെ വിളിച്ചോ? ശരി, എന്റെ അടുത്തൊന്നും പറഞ്ഞൂടെ? ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ? എടോ, ഒരു പട്ടിയുടെ വിലെങ്കിലും എനിക്ക് തന്നൂടെ? ഞാൻ എത്ര നേരായിട്ട് വിളിച്ചോണ്ടിരിക്കുക? ഇപ്പൊ ഒരു മണിക്കൂർ നിന്നെ രാവിലെ മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. സ്വിച്ച് ഓഫ്. എന്തിനായിരുന്നു? നീ ഇന്നലെ രാത്രി എന്റെ അടുത്ത് എന്താ പറഞ്ഞ? വീട്ടിൽ പോവാന്നല്ലേ? എന്നിട്ട് ഇപ്പൊ നീ എവിടെ ഉള്ളെ? ആ ലൊക്കേഷൻ ആയി. ശരി, നീ ലൊക്കേഷൻ അയക്കാൻ പറ്റോ? ശരി, അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് പട്ടിയുടെ വിലയെങ്കിലും തരണം. നിന്നൊക്കെ വിശ്വസിച്ചിട്ട് എന്റെ കരിയർ ഒഴിവാക്കിയിട്ട് എന്റെ ഫാമിലി വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ എത്ര നേരം നിന്നിട്ട് ഉം? നീ എന്ത് പറഞ്ഞാലും ശരി, നീ ഇന്നല്ല അത് തുടങ്ങിയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ എന്റെ ഉമ്മന്നല്ല മിസ്. ഏ, നീ ഒന്നും പറയണ്ട. ഏയ്, നോ നോ നോ. നീ എന്ത് പറഞ്ഞാലും ശരി, രാവിലെ മുതൽ വിളിക്കുക. ഒരു മണിക്കൂറായിട്ട് 102 മിസ് കോള്. എന്താ നിനക്ക് പറയാനുള്ളത്? ആരവനാണ്, ഏതവനാണെങ്കിലും വിളിച്ചോ. നീ എന്നെ വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ താര എന്തിനാ വിളിച്ചെന്ന് ചോദിക്കാനുള്ള ശരി, ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനാണെങ്കിൽ അവന്റെ കൂടെ നീ പോയിക്കോ. എന്തിനാടി നീ എന്നെ? എന്റെ സമയം, എന്റെ പണം. ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു, നിനക്ക് അങ്ങനെ നോന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നില്ലേ? ശരി, ആരായിക്കോട്ടെ. നീ എന്തിനാ വിളിച്ചെന്നെങ്കിൽ എന്നോട് ചോദിച്ചോടായിരുന്നില്ലേ? കുഴപ്പമില്ല.